നിങ്ങളൊരു കോടീശ്വരനെ സങ്കല്പിക്കുമ്പോൾ മനസ്സിലേക്ക് ആരാണ് വരുന്നത്? ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്ന, ഡിസൈനർ വസ്ത്രങ്ങൾ ധരിക്കുന്ന, വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരു സുന്ദര ചിത്രമായിരിക്കും. എന്നാൽ ഈ ചിത്രം പൂർണ്ണമായും തെറ്റാണെന്ന് മാത്രമല്ല, സാമ്പത്തിക അടിമത്വത്തിലേക്കുള്ള ഒരു മാപ്പ് കൂടിയാണ്. നിങ്ങളുടെ അയൽക്കാരൻ, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന, ഓരോ രൂപയും കണക്കുകൂട്ടി ചെലവഴിക്കുന്ന ആ സാധാരണക്കാരൻ ഒരുപക്ഷെ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ ധനികനായിരിക്കാം. തോമസ് സ്റ്റാൻലിയും വില്യം ഡാങ്കോയും ചേർന്ന് നടത്തിയ ഗവേഷണം അമേരിക്കയിലെ യഥാർത്ഥ കോടീശ്വരന്മാർ ആരാണെന്ന ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഉത്തരമാണ് നൽകിയത്. അമേരിക്കയിൽ കൂടുതൽ ആളുകളും താമസിക്കുന്നത് വില കുറഞ്ഞ വീടുകളിലാണ്. അവർ പഴയ കാറുകളാണ് ഓടിക്കുന്നത്. ഏറ്റവും പുതിയ ഫാഷൻ അവരുടെ വാർഡ്രോബിൽ കാണില്ല. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ ഉയർന്ന ജീവിത നിലവാരം പ്രദർശിപ്പിക്കുക എന്നതല്ല, മറിച്ച് ഉയർന്ന സാമ്പത്തിക അച്ചടക്കം പുലർത്തുക എന്നതാണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ സമ്പത്ത് കണ്ണിൽ കാണുന്നതല്ല, അത് അദൃശ്യമാണ്. അത് അളക്കുന്നത് ബാലൻസ് ഷീറ്റിലാണ്, ലൈഫ് സ്റ്റൈലിലല്ല. യഥാർത്ഥത്തിൽ ഒരു സമ്പന്നൻ ആരാണെന്ന് നമുക്ക് നിർവചിക്കാം. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ വാർഷിക വരുമാനം എന്നിവയെ ആശ്രയിച്ചാണ് നിങ്ങൾ എത്രത്തോളം സമ്പന്നനാണെന്ന് കണക്കാക്കേണ്ടത്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ആസ്തി എന്നൊരു ഫോർമുല ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രായത്തെ നിങ്ങളുടെ വാർഷിക വരുമാനം കൊണ്ട് ഗുണിച്ച് അതിനെ 10 കൊണ്ട് ഹരിക്കുക. ലഭിക്കുന്ന തുകയാണ് നിങ്ങളുടെ അറ്റ ആസ്തിയായിരിക്കേണ്ടതിന്റെ ഏറ്റവും കുറഞ്ഞ മാനദണ്ഡം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 50 വയസ്സും 10 ലക്ഷം രൂപ വാർഷിക വരുമാനവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്തി കുറഞ്ഞത് 50 ലക്ഷം രൂപയായിരിക്കണം. ഇതിലും കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോഡിജിയസ് അക്യുമുലേറ്റർ ഓഫ് വെൽത്ത് ആണ്, അതായത് അസാമാന്യ സമ്പത്ത് സൃഷ്ടിക്കുന്നവൻ. കൃത്യം ഈ തുക ഉണ്ടെങ്കിൽ നിങ്ങൾ ശരാശരി. ഇതിൽ കുറവാണെങ്കിൽ നിങ്ങളൊരു അണ്ടർ അക്യുമുലേറ്റർ ആണ്. ഈ ലളിതമായ കണക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചു നോക്കൂ. നിങ്ങളുടെ വരുമാനം ഉയർന്നതാണെങ്കിലും ആസ്തി കുറവാണെങ്കിൽ നിങ്ങളൊരു ഗുരുതരമായ പ്രശ്നത്തിലാണ്. ഉയർന്ന വരുമാനമുണ്ടായിട്ടും കുറഞ്ഞ ആസ്തി മാത്രമുള്ളവരെ ഈ പുസ്തകം വിളിക്കുന്നത് ഹൈ ഇൻകം, ലോ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ എന്നാണ്. ഇവരാണ് സാമ്പത്തിക നാടകത്തിലെ യഥാർത്ഥ ദുരന്ത കഥാപാത്രങ്ങൾ. അവർ നന്നായി സമ്പാദിക്കുന്നു, പക്ഷേ അതിലും നന്നായി ചെലവഴിക്കുന്നു. അവർ സമ്പന്നരായി അഭിനയിക്കുന്ന ദരിദ്രരാണ്. ഇവിടെയാണ് വലിയൊരു വിരോധാഭാസം ഉടലെടുക്കുന്നത്. സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഉയർന്ന ശമ്പളമുള്ള ജോലിക്കാരെ ബഹുമാനിക്കാനാണ്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ. എന്നാൽ സ്റ്റാൻലിയുടെ ഗവേഷണം കാണിക്കുന്നത് ഈ പ്രൊഫഷണലുകളിൽ ബഹുഭൂരിപക്ഷവും അണ്ടർ അക്യുമുലേറ്റർമാരാണ് എന്നാണ്. കാരണം അവർ ഒരു പ്രത്യേക സോഷ്യൽ സർക്കിളിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. അവർക്കൊരു പ്രത്യേക തരം വീട് വേണം, കാർ വേണം, കുട്ടികളെ പ്രത്യേക സ്കൂളിൽ പഠിപ്പിക്കണം. ഈ സാമൂഹിക സമ്മർദ്ദം അവരുടെ വരുമാനം മുഴുവൻ വിഴുങ്ങിക്കളയുന്നു. അവരുടെ ജീവിതം ഒരു പ്രദർശനമായി മാറുന്നു. എന്നാൽ യഥാർത്ഥ ധനികൻ ഈ കെണിയിൽ വീഴുന്നില്ല. അവൻ താമസിക്കുന്നത് ഒരു മധ്യവർഗ നഗരപ്രാന്തത്തിലാണ്. അവന്റെ കാർ ഒരു ടൊയോട്ടയോ ഹോണ്ടയോ ആയിരിക്കും, അതും 5-6 വർഷം പഴക്കമുള്ളത്. അവൻ വസ്ത്രം വാങ്ങുന്നത് ബ്രാൻഡഡ് ഷോറൂമിൽ നിന്നല്ല, ഡിസ്കൗണ്ട് സ്റ്റോറിൽ നിന്നാണ്. ഇത് പിശുക്കല്ല, ഇത് മുൻഗണനയാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിന് മുന്നിൽ താൽക്കാലിക ആർഭാടങ്ങൾ വേണ്ടെന്നു വെക്കാനുള്ള തീരുമാനം. നിങ്ങളുടെ ചുറ്റും നോക്കൂ. ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്ന, ഏറ്റവും വലിയ കാറിൽ നിരത്തിലിറങ്ങുന്ന നിങ്ങളുടെ സുഹൃത്ത് ഒരുപക്ഷെ ബാങ്കിനോട് ഏറ്റവും വലിയ കടമുള്ളവനായിരിക്കും. യഥാർത്ഥ ധനികൻ പിന്നിൽ നിശബ്ദനായി നോക്കി നിൽക്കുന്നു. ധനികരായ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ? തങ്ങളുടെ മക്കൾ സാമ്പത്തികമായി ദുർബലരായി വളരുമോ എന്നതാണ്. പുസ്തകം ഒരു വലിയ സത്യം തുറന്നു കാട്ടുന്നുണ്ട്. സാമ്പത്തിക സഹായം മക്കൾക്ക് നൽകുന്നത് അവരുടെ സാമ്പത്തിക ആരോഗ്യത്തെ നശിപ്പിക്കും. ഇതിനെ ഇക്കണോമിക് ഔട്ട്പേഷ്യന്റ് കെയർ എന്നാണ് വിളിക്കുന്നത്. മാതാപിതാക്കൾ നിരന്തരം സാമ്പത്തിക സഹായം നൽകുമ്പോൾ മക്കൾക്ക് സ്വയം സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള കഴിവ് നഷ്ടമാകുന്നു. അവർ അമിതമായ ജീവിത നിലവാരത്തിലേക്ക് തള്ളപ്പെടുന്നു. 1 ലക്ഷം രൂപ സമ്പാദിക്കുന്ന കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് 10,000 രൂപ കിട്ടുമ്പോൾ അവന്റെ ജീവിത നിലവാരം 1,10,000-ൻ്റെതായി മാറുന്നു. അവൻ ആ ഉയർന്ന നിലവാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സഹായം നിലച്ചാൽ അവൻ സാമ്പത്തിക അപകടത്തിൽ ചെന്നു ചാടുന്നു. ഇത് കൃത്യമായി നമ്മുടെ നാട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾ തങ്ങളുടെ റിട്ടയർമെന്റ് തുക കുട്ടികൾക്ക് വീട് വയ്ക്കാനും കാർ വാങ്ങിക്കൊടുക്കാനും ചെലവഴിക്കുമ്പോൾ 2 തലമുറകളും ഒരുമിച്ച് സാമ്പത്തിക അപകടത്തിലേക്ക് പോകുകയാണ്. ധനികനായ ഒരു പിതാവിന്റെ ഏറ്റവും വലിയ ദൗത്യം തന്റെ കുട്ടികളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുക എന്നതാണ്, ആശ്രിതരാക്കുക എന്നതല്ല. നിങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടത് മത്സ്യമല്ല, മീൻ പിടിക്കാനുള്ള വലയാണ്. അത് അവരുടെ കൈകൾക്ക് ശക്തി പകരും, ബാങ്ക് ബാലൻസിനല്ല. നിങ്ങളുടെ ബജറ്റിംഗ് ശീലങ്ങൾ എങ്ങനെയുള്ളതാണ്? യഥാർത്ഥ ധനികൻ ബഡ്ജറ്റ് ചെയ്യുന്നത് വരുമാനം കൂട്ടാനാണ്, ചെലവ് കൂട്ടാനല്ല. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. അവർ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിക്ഷേപിക്കാൻ ആദ്യം തന്നെ മാറ്റിവെക്കും. എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആ പണം തൊടില്ല. ഇതിനെ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് വിളിക്കുന്നു. സ്വയം ആദ്യം ശമ്പളം നൽകുക, ബാക്കിയുള്ളത് ഉപയോഗിച്ച് ജീവിക്കാൻ നിങ്ങൾ നിർബന്ധിതനാകും. ഇത് നിങ്ങളുടെ ചെലവുകളെ യാന്ത്രികമായി നിയന്ത്രിക്കും. ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത് ഇതിന്റെ നേർവിപരീതമാണ്. അവൻ എല്ലാ ചെലവുകളും കഴിഞ്ഞ് ബാക്കി വരുന്നത് ഉണ്ടെങ്കിൽ നിക്ഷേപിക്കും. മിക്കപ്പോഴും ബാക്കിയൊന്നും വരില്ല. 1 വർഷത്തെ കണക്കെടുപ്പിൽ നിങ്ങൾക്ക് എത്രത്തോളം വരുമാനമുണ്ടെന്നതല്ല പ്രധാനം, എത്രത്തോളം ആ വരുമാനം നിങ്ങൾ നിലനിർത്തി എന്നതാണ്. ഇതാണ് നെറ്റ്വർത്തിന്റെ അടിസ്ഥാനം. ഉയർന്ന ശമ്പളം വാങ്ങുകയും എന്നാൽ കയ്യിലൊന്നും ബാക്കിയാവാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരു ശാപമാണ്.
നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതശൈലി നിലനിർത്താൻ വേണ്ടിയാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഓരോ മാസവും ചെലവഴിക്കുന്നതിന് മുമ്പ് നിക്ഷേപിക്കുക. ഈ ഒരൊറ്റ മാനസിക മാറ്റം നിങ്ങളുടെ ജീവിതം മാറ്റും. ഏത് തൊഴിൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ധനികർ ഉള്ളതെന്ന് നിങ്ങൾ കരുതുന്നു? ഐടിയോ ഫിനാൻസോ അല്ല, സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ബോറടിപ്പിക്കുന്നതെന്ന് കരുതപ്പെടുന്ന ബിസിനസ്സുകൾ നടത്തുന്നവർ. ഒരു വെൽഡിംഗ് കട, ഒരു ചെറിയ നിർമ്മാണ കമ്പനി, ഒരു ജങ്ക് യാർഡ്, ഒരു കീടനാശിനി വിതരണ ബിസിനസ്. ഇത്തരം ബിസിനസ്സുകൾ നടത്തുന്നവരാണ് അമേരിക്കയിലെ കോടീശ്വരന്മാരിൽ വലിയൊരു ശതമാനവും. എന്തുകൊണ്ടാണിത്? കാരണം അവരൊരു പ്രത്യേക മേഖലയിൽ വിദഗ്ധരാണ്. അവിടെ മത്സരം കുറവാണ്, ലാഭം കൂടുതലാണ്. അവർ ആഡംബര ജീവിതം നയിക്കേണ്ട ഒരു സാമൂഹിക സമ്മർദ്ദവുമില്ല. ഒരു വലിയ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഒരു കൺട്രി ക്ലബ്ബിൽ അംഗമാകാൻ നിർബന്ധിതനാണ്. പക്ഷേ ഒരു വിജയിച്ച പ്ലംബർക്ക് ആ നിർബന്ധമില്ല. അവൻ തന്റെ വരുമാനം മുഴുവൻ മിച്ചം പിടിച്ച് നിക്ഷേപിക്കുന്നു. ഈ ഒരു ഘടകം തന്നെ എത്ര വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കുക. വിദ്യാഭ്യാസം, പ്രൊഫഷൻ എന്നിവ വിജയത്തിന്റെ ഗ്യാരണ്ടിയല്ല. വാസ്തവത്തിൽ ചില പ്രൊഫഷണൽ ഡിഗ്രികൾ നിങ്ങളെ ഒരു ഉയർന്ന ചെലവ് ജീവിതശൈലിയിലേക്ക് തള്ളിവിടുകയും നിങ്ങളുടെ സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള കഴിവിനെ തകർക്കുകയും ചെയ്യും. അമിത ഉപഭോഗത്തിന്റെ ഒരു സംസ്കാരം ചില തൊഴിലുകളിൽ വേരൂന്നിയിരിക്കുന്നു. അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കണം. വീട് വാങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനമാണ്. ധനികൻ എങ്ങനെയാണ് വീട് വാങ്ങുന്നത്? അവനൊരു കാര്യം ഉറപ്പാക്കും: വീടിന്റെ വില അവന്റെ വാർഷിക വരുമാനത്തിന്റെ ഇരട്ടിയിൽ കൂടുതലാകരുത്. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയാണെങ്കിൽ വീടിന്റെ വില 20 ലക്ഷത്തിൽ താഴെ മാത്രമേ പാടുള്ളൂ. എന്നാൽ ഒരു സാധാരണ അണ്ടർ അക്യുമുലേറ്റർ ചെയ്യുന്നത് വരുമാനത്തിന്റെ 3-4 ഇരട്ടി വിലയുള്ള വീട് വാങ്ങുകയാണ്. അയാൾ വീട്ടിൽ താമസിക്കുന്നില്ല, വീട് അയാളുടെ ജീവിതത്തെ ഭരിക്കുന്നു. മോർട്ട്ഗേജ്, പേയ്മെന്റ്, മെയിന്റനൻസ്, നികുതി, ഇൻഷുറൻസ്, ഫർണിച്ചർ, പൂന്തോട്ടമെല്ലാം കൂടി വരുമാനത്തിന്റെ സിംഹഭാഗവും വിഴുങ്ങുന്നു. ബാധ്യതകൾ വാങ്ങി അതിനെ ആസ്തി എന്ന് വിളിക്കുന്ന മാനസിക കെണിയിൽ വീഴുന്നു. ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തുക. നിങ്ങളുടെ സമ്പത്ത് അളക്കുന്നത് ചതുരശ്ര അടിയിലല്ല, മറിച്ച് നിങ്ങളുടെ ആസ്തിയിലാണ്. ഒരു വീട് നിങ്ങളുടെ അഭിമാനമല്ല, നിങ്ങളുടെ ഒരു ആവശ്യം മാത്രമാണ്. അഭിമാനം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലായിരിക്കണം. ഈ ചിന്താഗതി മാറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അത്യന്താപേക്ഷിതവും. ഒരു കാർ വാങ്ങുമ്പോൾ നിങ്ങളുടെ മാനസിക നില എന്താണ്? സ്റ്റാറ്റസിന് വേണ്ടിയുള്ള ഒരു പ്രദർശന വസ്തുവായാണോ കാറിനെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടില്ല. കാർ ഒരു മൂല്യം കുറയുന്ന ആസ്തിയാണ്. ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ അതിന്റെ വില കുറയാൻ തുടങ്ങും. ധനികൻ ഇത് മനസ്സിലാക്കുന്നു. അവൻ എപ്പോഴും 2-3 വർഷം പഴക്കമുള്ള വിശ്വസനീയമായ ഒരു കാർ വാങ്ങും. ഡെപ്രിസിയേഷന്റെ ഏറ്റവും വലിയ ഭാഗം ആദ്യ ഉടമ താങ്ങിക്കോട്ടെ എന്നാണ് അവന്റെ കണക്കുകൂട്ടൽ. ഒരു പുതിയ ആഡംബര കാറിന്റെ EMI അടയ്ക്കുന്നതിന് പകരം ആ തുക ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക. 10 വർഷത്തിനു ശേഷം ആ കാർ ഒരു ഇരുമ്പ് കഷ്ണം മാത്രമായിരിക്കുമ്പോൾ ആ നിക്ഷേപം ഒരു വലിയ സമ്പാദ്യമായി മാറിയിട്ടുണ്ടാകും. ഇതാണ് കൃത്യമായ വ്യത്യാസം. ഒരാൾ തന്റെ വരുമാനം ഉപയോഗിച്ച് ബാധ്യതകൾ സൃഷ്ടിക്കുന്നു, മറ്റേയാൾ ആസ്തികൾ സൃഷ്ടിക്കുന്നു. വാഹനം ഒരു ഗതാഗത മാർഗം മാത്രമാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വില നിശ്ചയിക്കാനുള്ള ഒരു ഉപകരണമല്ല. നിങ്ങൾ പുറത്തു കാണിക്കാൻ ശ്രമിക്കുന്ന സ്റ്റാറ്റസിന് നേർ അനുപാതത്തിലായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക ദുർബലത. സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിൽ സമയത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ധനികർ നിക്ഷേപം തുടങ്ങുന്നത് ചെറുപ്പത്തിലാണ്. അവർ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. 25 വയസ്സിൽ നിക്ഷേപം തുടങ്ങുന്ന ഒരാളും 45-ൽ തുടങ്ങുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം കോടികളാണ്. എന്നാൽ കൂടുതൽ പേർക്കും ക്ഷമയില്ല. അവർക്കിപ്പോൾ തന്നെ ആഡംബര ജീവിതം വേണം. ഈ അക്ഷമയാണ് അവരുടെ ഭാവിയെ കൊള്ളയടിക്കുന്നത്. ഓരോ തവണയും നിങ്ങളൊരു ആഡംബര വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങുന്നത് ആ വസ്തു മാത്രമല്ല, ആ പണം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഭാവിയിലുണ്ടാകുമായിരുന്ന സമ്പത്ത് കൂടി നഷ്ടപ്പെടുത്തുകയാണ്. ഇതാണ് അവസര ചെലവ് എന്ന സാമ്പത്തിക തത്വം. ധനികൻ എപ്പോഴും അവസര ചെലവിനെക്കുറിച്ച് ബോധവാനാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 50,000 രൂപയുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പുതിയ ഫോൺ വാങ്ങുന്നതിനും ഒരു നല്ല ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനും ഇടയിലുള്ള തെരഞ്ഞെടുപ്പ് വെറും 50,000 രൂപയുടെ മാത്രം കാര്യമല്ല. 20 വർഷത്തിനു ശേഷം ആ നിക്ഷേപം എത്രയാകുമെന്നതിന്റെ കൂടി കാര്യമാണ്. ഈ വിദൂരദർശിത്വമാണ് സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറ. ധനികരായ ആളുകൾ തങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത്? അവർ തുറന്ന ചർച്ചകൾ നടത്തുന്നു. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ ഒരു രഹസ്യമായി സൂക്ഷിക്കുന്നത് വലിയ അപകടമാണ്. കുട്ടികൾക്ക് പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവർ വളരുമ്പോൾ അമിതമായി ചെലവഴിക്കും. ധനിക മാതാപിതാക്കൾ കുട്ടികൾക്ക് ആവശ്യമായത് മാത്രം നൽകുന്നു, ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നില്ല. അവർ കുട്ടികളെ ചെറുപ്പം മുതലേ പണം ബഡ്ജറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും നിക്ഷേപിക്കാനും പഠിപ്പിക്കുന്നു. ഒരു പ്രധാന നിയമം: നിങ്ങളുടെ കുട്ടികൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാനുള്ള ഏറ്റവും നല്ല മാർഗം അവർക്കൊരു നല്ല വിദ്യാഭ്യാസം നൽകുകയും എന്നാൽ ഒരു തുള്ളി സാമ്പത്തിക സഹായവും അവരുടെ മുതിർന്ന ജീവിതത്തിൽ നൽകാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. കഠിനമായി തോന്നുന്നുണ്ടോ? അതെ, പക്ഷേ ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ട്രസ്റ്റ് ഫണ്ട് കുട്ടികളെന്ന് കേൾക്കുമ്പോൾ ഒരു മോശം ചിത്രമാണ് മനസ്സിൽ വരുന്നത്. കാരണം ചെറുപ്പത്തിൽ അധ്വാനിക്കാതെ കിട്ടിയ സമ്പത്ത് ഉത്തരവാദിത്ത ബോധമില്ലാത്ത മുതിർന്നവരെ സൃഷ്ടിക്കുന്നു. അവർക്ക് പണത്തിന്റെ വില അറിയില്ല. സമ്പന്നരായി കാണപ്പെടുക എന്നതും സമ്പന്നരായിരിക്കുക എന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അമേരിക്കയിലെ ധനികരായ ആളുകൾ ബ്രാൻഡഡ് വാച്ചുകൾ വാങ്ങാറില്ല. അവർ സ്യൂട്ടുകൾ വാങ്ങുന്നത് ഓഫ് സീസണിൽ ഡിസ്കൗണ്ടിനാണ്. അവരുടെ ജീവിതം കണ്ടാൽ നിങ്ങൾക്ക് തോന്നും,
ഇവർ വെറും സാധാരണക്കാരാണെന്ന്. എന്നാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടും നിക്ഷേപ പോർട്ട്ഫോളിയോയും കാണുമ്പോഴാണ് ഞെട്ടലുണ്ടാകുക. ഈ വിപരീത ജീവിതശൈലിയാണ് അവരെ ധനികരാക്കുന്നത്. പുറമേയുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെക്കാൾ വലിയ കാർ വാങ്ങിയെന്ന് കരുതി നിങ്ങളും വാങ്ങരുത്. നിങ്ങളുടെ സുഹൃത്ത് യൂറോപ്പിലേക്ക് അവധി ആഘോഷിക്കാൻ പോയെന്ന് കരുതി നിങ്ങളും പോകരുത്. അവരുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ആ യാത്ര ക്രെഡിറ്റ് കാർഡ് കടത്തിലായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകുക. ഇപ്പോഴത്തെ ത്യാഗങ്ങൾ ഭാവിയിലെ സുരക്ഷിതത്വത്തിനുള്ള നിക്ഷേപമാണ്. ചെലവ് ചുരുക്കലിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ, വരുമാനം വർദ്ധിപ്പിക്കുന്നതും പ്രധാനമാണ്. ധനികർ തങ്ങളുടെ പ്രധാന തൊഴിലിനു പുറമെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് നടത്തുന്നവരാണ്. അവർ അവരുടെ അറിവിനെയും അനുഭവത്തെയും മൂലധനമാക്കി മാറ്റുന്നു. ഒരു അധ്യാപിക ട്യൂഷൻ എടുക്കുന്നു, ഒരു എഞ്ചിനീയർ ചെറിയ പ്രോജക്റ്റുകൾ കൺസൾട്ട് ചെയ്യുന്നു. ഈ അധിക വരുമാനം മുഴുവൻ നേരിട്ട് നിക്ഷേപ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അവരുടെ ജീവിത നിലവാരം അവരുടെ പ്രധാന ശമ്പളത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. അധിക വരുമാനം പൂർണ്ണമായും സമ്പത്ത് സൃഷ്ടിക്കാനുള്ള യന്ത്രമാണ്. ഇതൊരു ഗംഭീരമായ തന്ത്രമാണ്. നിങ്ങൾക്ക് 2 വരുമാന സ്രോതസ്സുകളുണ്ടെങ്കിൽ നിങ്ങളൊരു വരുമാനം കൊണ്ട് ജീവിക്കുകയും മറ്റേതുകൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുക. ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു എക്സ്പ്രസ് പാതയാണ്. ജോലിയുടെ സുരക്ഷിതത്വത്തിൽ അഭയം തേടുന്നതിന് പകരം ഒന്നിലധികം വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുക. ഇത് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കുകയും സമ്പാദ്യശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, സമ്പത്ത് എന്നത് ഒരു രഹസ്യ ജീവിതമാണ്. അത് ആർഭാടങ്ങളിലല്ല, അച്ചടക്കത്തിലാണ്. നിങ്ങളുടെ കൈവശം ഒരു റോളക്സ് വാച്ച് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ദരിദ്രനാകുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ നിക്ഷേപങ്ങളില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദരിദ്രനാണ്. ഈ പുസ്തകം നമ്മളോട് പറയുന്നത് വളരെ ലളിതമായൊരു സത്യമാണ്. നിങ്ങൾ സമ്പന്നനാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിത ശൈലിയല്ല, നിങ്ങളുടെ ബാലൻസ് ഷീറ്റാണ്. ജീവിതം ഒരു പ്രദർശനമല്ല, ഒരു സുരക്ഷിത യാത്രയാണ്. നിങ്ങൾ ആരെയാണ് ആകർഷിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളെ അറിയാത്ത ആളുകളെ. നിങ്ങൾ കാണിക്കുന്ന ആർഭാടങ്ങൾ കൊണ്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു വിഡ്ഢിത്തമാണ്. പകരം നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുക. നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഉറപ്പ് നൽകുക. യഥാർത്ഥ സമ്പന്നൻ ഒരിക്കലും സമ്പന്നനായി കാണപ്പെടേണ്ട ആവശ്യമില്ലാത്തവനാണ്. അവന്റെ ആത്മവിശ്വാസം അവന്റെ ബാങ്ക് ബാലൻസിൽ നിന്നാണ് വരുന്നത്, അവന്റെ വസ്ത്രങ്ങളിൽ നിന്നല്ല. ഈ മാനസികാവസ്ഥ നിങ്ങൾ നേടിയെടുക്കുക. കാണുന്നതിനു വേണ്ടി ജീവിക്കുന്നത് നിർത്തുക. ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളുടെ പുതിയ കാറിനെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് എന്തു തോന്നുമെന്നത്. നിങ്ങൾ ഇന്ന് കാണിക്കുന്ന പ്രദർശനമല്ല, നിങ്ങൾ നാളെ നൽകുന്ന സുരക്ഷിതത്വമാണ് യഥാർത്ഥ സമ്പത്ത്. നിങ്ങളുടെ ജീവിതം ഒരു സാമ്പത്തിക വിജയമാണോ, അതോ ഒരു വിജയകരമായ അഭിനയം മാത്രമാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്ര ഇന്ന് തന്നെ ആരംഭിക്കുക.